ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു BLDC ഫാനാണ്. അപ്പം BLDC ഫാൻ ഇത് ഫുള്ളി ഡെഡായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ കൺട്രോൾ ബോർഡാണ് നമ്മളത് അതിൻ്റെ ബോർഡ് ഫാനിൽ നിന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഒരു കേസിനകത്തായിട്ടാണ് ഇത് വരുന്നത്. ഇതിനകത്ത് 3-5 വയറുകളാണ് വരുന്നത്. അത് പവർ AC പവർ ഇൻപുട്ടും 3 മോട്ടറിലേക്കുള്ള വയറും RYB മോട്ടറിലേക്കുള്ള വയറും റെഡും ബ്ലാക്കും AC ഇൻപുട്ട് വയറുകളുമാണ്. അപ്പം ഈ കാണുന്നതാണ് ഇതിൻ്റെ SMPS സെക്ഷൻ. നമുക്കൊരു SMPS അതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് ഒരു 24 വോൾട്ടാണ് വരുന്നത്. ഈ കാണുന്ന നമ്മുടെ മോട്ടറിൻ്റെ BLDC മോട്ടറിൻ്റെ ഡ്രൈവർ സെക്ഷനാണ്. അപ്പം ഇതിൻ്റെ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് DC വരുന്നില്ല, SMPS ഡെഡായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇത് ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്തൊരു 6 പിൻ IC ആണ് കിടക്കുന്നത്. IC നമുക്ക് അവൈലബിൾ അല്ല. ബാക്കി ഇതിനകത്ത് നോക്കിയിട്ട് വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ആ IC അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാൻ SMPS റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് DC ഔട്ട്പുട്ട് SMPSൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമുക്കൊരു 24 വോൾട്ട് ഇൻപുട്ട് വേറെ സെപ്പറേറ്റ് കൊടുത്ത് നമുക്കിത് പ്രവർത്തിപ്പിക്കുക ഉള്ള സെറ്റപ്പാണ് ഞാനിവിടെ നോക്കുന്നത്. അപ്പം അത്രയും ഭാഗമാണ് നമ്മുടെ ഫാനിൻ്റെ ഡ്രൈവർ സെക്ഷൻ. അതായത് നമ്മുടെ 24 വോൾട്ടിനെ 3 ഫേസ് ആയിട്ട് ഇത് മാറ്റിയെടുക്കും. 3 ഫേസ് AC പൾസായിട്ട് മാറ്റിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് നമ്മുടെ മോട്ടോർ വർക്ക് ചെയ്യുന്നത്, മോട്ടറിൻ്റെ വൈൻഡിങ്ങിലേക്ക് കൊടുക്കുന്നത്. അപ്പം അതിനുള്ള സ്വിച്ചിങ് മോസ്ഫെറ്റുകളാണ് ആ 3 എണ്ണം. അതേപോലെ അതിൻ്റെ RF ആൻറ്റിന, RF റിമോട്ട് കൺട്രോളിൻ്റെ ആൻറ്റിനയും അതിൻ്റെ ഒരു ബോർഡാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ബസർ, നമ്മൾ റിമോട്ട് വയ്ക്കുമ്പോൾ ബസർ. ഇതാണ് ഔട്ട്പുട്ട്. മെയിൻ ഫിൽറ്റർ കപ്പാസിറ്ററാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പം നമുക്ക് ഇതിൻ്റെ SMPSൻ്റെ മെയിൻ ഫിൽറ്റർ ഔട്ട്പുട്ടിലെ മെയിൻ ഫിൽറ്റർ കപ്പാസിറ്ററിലേക്ക് നമ്മൾ ഒരു 24 വോൾട്ട് ഡയറക്റ്റ് കൊടുത്ത് നമുക്കിത് പ്രവർത്തിപ്പിക്കാൻ നോക്കാം. അപ്പം അതാണ് ഞാൻ ഇവിടെ ചെയ്യുന്ന വീഡിയോ. നമ്മുടെ SMPS സെക്ഷൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ സെപ്പറേറ്റ് SMPS വെച്ച് നമ്മളിത് ഓണാക്കി പ്രവർത്തിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു SMPS നമുക്ക് ഇതിനകത്ത് ഒതുങ്ങിയിരിക്കത്തക്ക രീതിയിലുള്ളൊരു ചെറിയ SMPS നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ നമ്മുടെ നമ്മുടെ SMPSൻ്റെ ഔട്ട്പുട്ടിലെ ഫിൽറ്റർ കപ്പാസിറ്ററിലെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് 2 വയറുകൾ കൊടുത്തിട്ടുണ്ട്. റോസ് കളറിലുള്ള വയർ പോസിറ്റീവും ബ്ലൂ കളർ നെഗറ്റീവുമായിട്ടാണ് ഞാൻ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ 2 വയർ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് നമ്മളൊരു 24 വോൾട്ട് ഡയറക്റ്റ് നമ്മളെ മോട്ടറിൻ്റെ ഡ്രൈവർ സെക്ഷനിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു SMPS സെപ്പറേറ്റ് എടുക്കുക. അതുകൊണ്ടാണ് ഒരു ചെറിയ SMPS. ഇതൊരു ലാപ്ടോപ്പിൻ്റെ അഡാപ്റ്റർ ആയിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ 24 വോൾട്ട് 3 ആമ്പിയർ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു SMPS ആണ്. അപ്പം അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ 2 പിന്നുകളാണ്. പോസിറ്റീവ് നെഗറ്റീവ് നോക്കി നമ്മളത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യണം. അപ്പം ഈ 2 ഗ്രീൻ വയർ നമ്മുടെ AC ഇൻപുട്ടാണ്. നമ്മുടെ 230 വോൾട്ട് AC ഇൻപുട്ട് കൊടുക്കുന്ന 2 വയറുകളാണ്. അതും നമ്മളിപ്പം പുറത്തെടുത്തിരിക്കുന്ന നമ്മുടെ ഡ്രൈവറിൽ നിന്ന് 2 വയർ പുറത്തേക്ക് എടുത്തിട്ടുണ്ടല്ലോ, ആ 2 വയർ നമ്മുടെ SMPSൻ്റെ ഔട്ട്പുട്ടിലേക്ക് പൊളാരിറ്റി കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യണം. അതാണ് ഇനി നമ്മുടെ അടുത്ത വർക്ക്. അപ്പം ഞാൻ അടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ബോർഡ് അതിൻ്റെ ഒറിജിനൽ കേസിനകത്തേക്ക് ഉറപ്പിച്ചിട്ട് ഞാൻ ഈ സോൾഡർ ചെയ്തെടുത്തേക്കുന്ന 2 വയറുകൾ വെളിയിലേക്ക് എടുത്തിട്ട് അതിൽ നമ്മുടെ SMPSയിൽ നിന്നുള്ള ഔട്ട്പുട്ട് കണക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പഴയ ഒറിജിനൽ കേസിനകത്ത് നമ്മുടെ ബോർഡങ്ങ് ഉറപ്പിക്കുകയാണ്. അതിൽ നിന്ന് ഞാൻ സോൾഡർ ചെയ്തെടുത്തേക്കുന്ന ആ 2 വയർ, അതായത് നമ്മുടെ 24 വോൾട്ട് ഇൻപുട്ട് നമ്മുടെ മോട്ടറിൻ്റെ കൺട്രോൾ ബോർഡിലേക്ക് വേണ്ടുന്ന സപ്ലൈക്കുള്ള വയർ വെളിയിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പവർ ചെയ്യാനായിട്ട് നമ്മൾ ഈ SMPS ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ SMPS നമ്മളെ ആ കൺട്രോൾ ബോർഡിൻ്റെ മുകളിലായിട്ട് തന്നെ ഞാൻ വയർ ടൈ ഉപയോഗിച്ച് ടാഗ് ചെയ്ത് വെക്കുകയാണ്. അപ്പം എന്നിട്ട് അതിലേക്ക് നമ്മുടെ വയർ സോൾഡർ ചെയ്ത് പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കണം. പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റായിട്ട് തന്നെ സോൾഡർ ചെയ്യാൻ ശ്രദ്ധിക്കണം.
അപ്പോൾ ഇതിനകത്ത് ആ റോസ് കളറ് പോസിറ്റീവും ബ്ലൂ കളർ നെഗറ്റീവുമാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് SMPSൻ്റെ ഔട്ട്പുട്ടിൽ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റ് പോളാരിറ്റി നോക്കിയിട്ട് തന്നെ സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ BLDC ഫാനുകളെല്ലാം മെയിനായിട്ട് വരുന്നത് 30 വാട്ട്സ് 25 വാട്ട്സിന് മുകളിലേക്കാണ്. അപ്പോൾ അതിന് ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു പവർ സപ്ലൈ ആയിരിക്കണം നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതിന് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പവർ സപ്ലൈ എന്തായാലും നമുക്ക് ഇത് ഡ്രൈവ് ചെയ്യാനുള്ള പവർ ഉള്ളതാണ്. അതായത് 24 ആമ്പിയർ ഔട്ട്പുട്ടുണ്ട്. അപ്പം തന്നെ ഏകദേശം ഒരു 50-60 വാട്ട്സിനകത്തുള്ള പവറുള്ള SMPS ആണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇതിന് സപ്ലൈ ചെയ്യാം. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മളൊരു പവർ സപ്ലൈ ഇതിന് കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ഇതിപ്പം ഈ മെത്തേഡ് അല്ലാതെ നമുക്ക് വേറെ ഒരു മെത്തേഡിലൂടെ ഇത് നമുക്ക് നമ്മുടെ ഇതിൻ്റെ SMPSൻ്റെ IC അങ്ങനെയുള്ള സാധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നാക്കി എടുക്കാം. നമ്മുടെ LED TVകളിലൊക്കെ നന്നാക്കാൻ ഉപയോഗിക്കുന്ന SMPS സർവീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ മൊഡ്യൂൾ ബോർഡുകളുണ്ട്. ആ ബോർഡ് ഉപയോഗിച്ച് നമുക്കിത് സർവീസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി വേറെ ഒരു BLDC ഫാൻ്റെ വർക്ക് വരുമ്പം ആ രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മൾ ഈ SMPS ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കാണിച്ചത്. ഇത് നമുക്ക് വലിയ റിസ്ക് ഉള്ള വർക്കല്ല, അത്യാവശ്യം ഇലക്ട്രോണിക്സ് ഐഡിയ ഉള്ളവർക്ക് നമുക്ക് നോക്കി ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ SMPSൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ആ ഔട്ട്പുട്ട് ഫിൽറ്റർ കപ്പാസിറ്റർ നോക്കിയിട്ട് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി നമുക്ക് സപ്ലൈ കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് ഒരു 24 വോൾട്ട് നമുക്ക് 2 വയർ എടുത്ത് അവിടെ സപ്ലൈ കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബസറൊക്കെ ഓണാവുന്ന സൗണ്ട് കേൾക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബോർഡ് ഔട്ട്പുട്ടിന് കൺട്രോൾ ബോർഡിന് കംപ്ലൈൻ്റ് ഇല്ല. അപ്പം നമുക്കൊരു പവർ സപ്ലൈ എക്സ്റ്റേണലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ നമുക്ക് അത്യാവശ്യം ഇത് സർവീസ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ടൈ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫാനിൽ ഉറപ്പിച്ചിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഫാനിൽ ഇപ്പം ഡ്രൈവർ ഇല്ലാത്ത അവസ്ഥയാണ്. ഡ്രൈവർ ബോർഡ് വെളിയിലാണ്. അപ്പം അതിൻ്റെ 3 വയറിൻ്റെ മോട്ടറിൽ നിന്നുള്ള 3 RYB വയറുകളും അതേപോലെ തന്നെ മുകളിൽ ആ കാണുന്ന കണക്ടറിൽ കൊടുത്തേക്കുന്ന അതിൻ്റെ AC ഇൻപുട്ടുമാണ്. അപ്പം നമ്മുടെ ഡ്രൈവർ നമ്മുടെ ആ കേസ് ഇതിനകത്ത് ഉറപ്പിച്ചു. അതേപോലെ എല്ലാ കണക്ഷനും കറക്റ്റായിട്ട് കൊടുത്തു. AC ഇൻപുട്ടിന് നമ്മൾ ആ 2 വയർ AC കൊടുത്ത് അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈവറിൽ നിന്നുള്ള ഔട്ട്പുട്ട് RYB കറക്റ്റായിട്ട് തന്നെ കൊടുത്തു. RYB കണക്ട് ചെയ്യുമ്പം കറക്റ്റ് RYB ആ കളർ കോഡ് അനുസരിച്ച് തന്നെ മാച്ച് ചെയ്ത് കണക്ട് ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടറിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവും, ഫാൻ തിരിഞ്ഞ് കറങ്ങുകയും ചെയ്യും. പിന്നെ ചിലപ്പം കറങ്ങാതെ ഇരിക്കും. ഇപ്പം ഫാൻ റിവേഴ്സിൽ കറങ്ങുമ്പം മോട്ടർ ലോഡ് എടുക്കാതെ ഓഫാവുകയും കട്ടാവാൻ അങ്ങനെയൊക്കെയുള്ള വിഷയം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റ് ആ ഡയറക്ഷനിൽ തന്നെ കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫാൻ ഓണാക്കി ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ്. അപ്പം ഇതേപോലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം വീണ്ടും ഇതേപോലുള്ള വീഡിയോകളായിട്ട് വീണ്ടും കാണാം.